നമസ്കാരം. നമ്മൾ ചരിത്രത്തിലൂടെ ഒരു യാത്ര പോവുകയാണ്. ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാമിക മതങ്ങളെ തിരിച്ചറിയാൻ. ഇതിന്റെ തുടക്കം ഇറാഖിലെ ഊർ പ്രദേശത്ത് നിന്നാണ്. ഈ മതങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും പിതാവായ അബ്രഹാമിനെ തേടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം കാനാൻ ദേശത്തേക്ക്, തന്റെ ഊർ ദേശം ഉപേക്ഷിച്ച് പോവുകയാണ്. ദൈവത്തിന്റെ ഉൾവിളിയാൽ അവിടെ തന്റെ ജനതകൾക്ക് വേണ്ടി പുതിയൊരു ദേശമുണ്ട് എന്ന കാഴ്ചപ്പാടിൽ അബ്രഹാമിൽ തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന 4000 വർഷങ്ങളിലധികമായ യഹൂദ, ക്രിസ്ത്യൻ, മുസ്ലിം, അബ്രഹാമിക് പാരമ്പര്യത്തെയാണ് നമ്മൾ ആരാധനയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ അറിയാൻ ശ്രമിക്കുന്നത്. അബ്രഹാമിക മതങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. ആധുനിക കാലത്ത് അബ്രഹാമിക അക്കോർഡ് എന്ന് പറയുന്നത് പോലും വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശക്തമായൊരു മന്ത്ര സ്വഭാവമുള്ള കാര്യമാണ്. ആരായിരുന്നു എബ്രഹാം? ഇന്നത്തെ ഇറാഖിലെ ഊർ എന്ന പ്രദേശത്ത് ജനിച്ച അദ്ദേഹം ലോക ചരിത്രത്തിൽ ഇത്രയും സ്വാധീനമുള്ളൊരു വ്യക്തി എങ്ങനെയായി? യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാം മത വിശ്വാസികളും എല്ലാം ഒരേപോലെ ആദരിക്കുന്ന അബ്രഹാമിനെ തേടിയുള്ള ചരിത്രത്തിലൂടെയുള്ള യാത്ര. ചരിത്രം പറയുന്നത് ലോകത്തിലെ ഏകദൈവ വിശ്വാസം എന്ന സങ്കല്പം അഥവാ മോണോതീസം അതിശക്തമായി ലോകത്തിലേക്ക് കൊണ്ടുവന്നത് അബ്രഹാം ആണെന്നാണ്. അബ്രഹാം തുടങ്ങിയ പല പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെട്ടു. ഇന്നത്തെ ഇറാഖിലെ ഊർ ദേശത്ത് നിന്ന് കാനാൻ ദേശത്തേക്ക് ദൈവത്തിന്റെ, യഹോവയുടെ ഉൾവിളിയാൽ അല്ലെങ്കിൽ യഹോവയുടെ പ്രചോദനത്താൽ അദ്ദേഹം യാത്ര ചെയ്തു. ക്രിസ്തുവിനു മുമ്പ് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യാത്ര. അതായത് ഇന്നേക്ക് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ്. യഹോവ എന്ന ഹീബ്രു പദവും അൽ ഇലാഹ് എന്നുള്ള അറബ് പദവും, അതായത് ഏകദൈവ വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ലോകത്തിന് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ ലോകവ്യാപകമാക്കിയതിന്റെ എല്ലാം തുടക്കക്കാരൻ അബ്രഹാമാണ്. എബ്രഹാമിന്റെ മകൻ ഐസക്, കൊച്ചുമകൻ ജേക്കബ്, അതാണ് ഇസ്രായേൽ എന്ന വാക്കിൽ അറിയപ്പെടുന്നത്. ഇവരിലൂടെ ഹീബ്രു ജനതയുടെ വളർച്ചയും വികാസവും പരിണാമവുമാണ് ലോക ചരിത്രത്തെ വലിയൊരു രീതിയിൽ മാറ്റിമറിച്ചത്. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാമിക വിശ്വാസ സമ്പ്രദായങ്ങളുടെ വളർച്ച എബ്രഹാമിനെയും മോസസിനെയും ഒക്കെ ലോകത്തിന്റെ എല്ലാ കോണുകളിലുള്ള ആൾക്കാരുമായി ബന്ധിപ്പിച്ചു. അബ്രാം എന്നും അല്ലെങ്കിൽ ഇബ്രാഹിം എന്നും മോശ എന്നും മോസസ് എന്നും ഒക്കെ വ്യത്യസ്ത ഭാഷകളിൽ അറിയപ്പെടുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒരേ ഹീബ്രു ജനത തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ പ്രാചീന സെമിറ്റിക് ജനതയുടെ ആദിമ ജനത തന്നെയാണ് ഇവരെല്ലാം. ക്രിസ്തുവിന് മുമ്പ് 2000 മുതൽ 1500 വരെയുള്ള കാലഘട്ടം വളരെ പ്രധാനമായി ചരിത്ര പണ്ഡിതർ കാണുന്നു. ഇതിന്റെ നിയമങ്ങളും ആചാരങ്ങളും ക്രിസ്തുവിന് മുമ്പ് 13ാം നൂറ്റാണ്ടിൽ മോശയുടെ കാലത്ത് പരിപൂർണമാകുകയായിരുന്നു എന്നാണ് പണ്ഡിത മതം ഉള്ളത്. പാരമ്പര്യ പ്രകാരം മോശെ ക്രിസ്തുവിന് മുമ്പ് 1300 സീനായ് മലയിൽ ദൈവത്തിൽ നിന്നും തോറ, ഹീബ്രു ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങൾ സ്വീകരിച്ചു. ഇതിൽ 10 പ്രമാണങ്ങളും, നമ്മൾ 10 കൽപ്പനകൾ എന്ന് വിളിക്കുന്ന 10 പ്രമാണങ്ങളും ഉൾപ്പെടുന്നു. ക്രിസ്തുവിന് മുമ്പ് 10ാം നൂറ്റാണ്ടിൽ ദാവീദ് രാജാവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലികൾ ജെറുസലേമിനെ ആത്മീയ കേന്ദ്രമാക്കി ഒരു രാജ്യം സ്ഥാപിച്ചു. ആ കാലഘട്ടത്തിൽ ജൂതന്മാർ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു എന്നുള്ളത് സത്യമാണ്. പലപ്പോഴും അവരുടെ ശത്രുക്കൾ അവരുടെ അമ്പലങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ മറ്റും തകർക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അങ്ങനെ പഴയ ജൂതന്മാർ ഭാരതത്തിൽ, ഇന്ത്യയിലടക്കം വന്നു ചേർന്നതായി പല കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. ക്രിസ്തുമതം യഹൂദ മതത്തിൽ നിന്ന് വിരിയുന്നത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. യേശുക്രിസ്തു ഒരു ജൂതനായിരുന്നു. യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സന്ദേശം ലോക ചരിത്രത്തെയും ലോക കാലഘട്ടങ്ങളെയും മാറ്റിമറിച്ചു എന്നുള്ളത് വസ്തുതയാണ്. യേശുക്രിസ്തുവിനെ യേശു എന്ന് ക്രിസ്തീയ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിലും ഈശാ നബി എന്ന് ഇസ്ലാമിക വിശ്വാസത്തിലും ഒക്കെ പറയും. ജൂതന്മാർ യേശുവിനെ പ്രവാചകനായി അംഗീകരിക്കുന്നില്ല. പലപ്പോഴും ജൂതന്മാരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ജനിച്ച ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വ്യക്തിയായ യേശുക്രിസ്തുവിനെ ജൂതന്മാർ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ലെന്നുള്ളത് ചരിത്രത്തിന്റെ കൗതുകമുള്ള ഒരു വൈരുദ്ധ്യമായിരിക്കും. യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും ലോക ചരിത്രത്തിൽ അസാമാന്യമായൊരു സംഭവമായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. എബ്രഹാം മുതൽ
യേശു വരെയുള്ള കാലഘട്ടത്തിൽ, അതിന് ശേഷമുള്ള കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനായി, ഏറ്റവും പ്രധാനപ്പെട്ട ദൈവദൂതനായി യേശുക്രിസ്തു കണക്കാക്കപ്പെടാനുള്ള കാരണങ്ങളിലൊന്നും അതാണ്. ഇന്ന് കാണുന്ന കാലഗണന അനുസരിച്ച് AD 30 കാലഘട്ടങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം ലോകവ്യാപകമായി ആ കുരിശുമരണം എന്ന ചരിത്രപരമായ സംഭവം ലോകത്തെ കാലഘട്ടത്തെയൊക്കെ രണ്ടായി തിരിച്ചു എന്ന് തന്നെ പറയാം. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ യേശുക്രിസ്തുവും അദ്ദേഹത്തിന്റെ സന്ദേശവും സെയിന്റ് പോൾ അടക്കമുള്ള ഒരുപാട് പേരിലൂടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, ഗ്രീസിൽ, തുർക്കിയിൽ, ഇന്ന് കാണുന്ന ഏഷ്യൻ പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചു. AD 52 തോമസ് ലീഹ, സെയിന്റ് തോമസ് ഇന്ത്യയിൽ വന്നുവെന്നും ഇന്ത്യയിലടക്കം ക്രിസ്തുദേവന്റെ സന്ദേശത്തിന്റെ സൗരഭ്യം പടർന്നുവെന്നും ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവർഷം 313 അല്ലെങ്കിൽ 300കൾക്ക് ശേഷം കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി ആ 3-4 നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം ഔദ്യോഗിക മതമാക്കുകയും റോമാ സാമ്രാജ്യത്തിന്റെ അടക്കം കൂടുതൽ പ്രഭാവത്തിലേക്ക് ക്രിസ്തുധർമ്മം വരികയും ചെയ്തു. ക്രിസ്തുവിനെ ആക്രമിച്ചതും ഇല്ലാതാക്കാൻ ശ്രമിച്ചതുമെല്ലാം ആ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് അതിന്റെ ഔദ്യോഗിക ധർമ്മമായി ക്രിസ്തുധർമ്മം മാറുകയും ചെയ്തു. AD 7-ാം നൂറ്റാണ്ടിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ദൈവദൂതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതം എന്ന ആധുനിക രീതിയിലുള്ള ഇസ്ലാം മതം സ്ഥാപിതമാകുന്നത്. മുമ്പുള്ള പ്രവാചകന്മാരെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് എന്നാൽ പുതിയൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് ചെയ്തത്. AD 570 മക്കയിൽ ജനിക്കുകയും ഗബ്രിയേൽ അല്ലെങ്കിൽ ജിബ്രായേൽ മാലാഖയിലൂടെ ദൈവ സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് ഇസ്ലാം മതം പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ച ദൈവ സന്ദേശങ്ങൾ ആണ് ഖുറാൻ അടക്കം ഇറങ്ങിയ മാസത്തെയാണ് റമദാനായി ആഘോഷിക്കപ്പെടുന്നത്. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാമിക മതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് കുറെ സിമിലാരിറ്റീസും ഉണ്ട്, എന്നാൽ അതേപോലെ വ്യത്യസ്തതയുമുണ്ട്. ആ സിമിലാരിറ്റീസ് ഏകദൈവ വിശ്വാസമാണ്. ഇസ്ലാം മതം മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു. ക്രിസ്തുമതം ജൂത പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു. വളരെ അൾട്രാ കൺസർവേറ്റീവായ ജൂതന്മാർ പൊതുവെയും വിശാല അർത്ഥത്തിൽ ജൂതമതവും പിന്നീടുള്ള പ്രവാചകന്മാരെ അംഗീകരിക്കുന്നില്ല. എന്നാലും ഇതിന്റെ അടിസ്ഥാന ധാരയൊന്നാണ്. ആ വിശ്വാസ സമ്പ്രദായങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട്, സമാനതകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ അർത്ഥത്തിൽ ജൂതന്മാർക്ക് സിനഗോഗും ക്രിസ്ത്യാനികൾക്ക് ചർച്ചും മുസ്ലിങ്ങൾക്ക് മോസ്കും ഈ പള്ളിയുമാണ് ആരാധനാ കേന്ദ്രങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ലോക ചരിത്രം രൂപപ്പെടുത്തുന്നതിന് ഈ 3 ധർമ്മങ്ങൾക്കും 3 വിശ്വാസധാരകൾക്കും ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാമിക ധാരകൾക്കും പ്രാധാന്യം വളരെ അധികമാണ്. വിശുദ്ധ നഗരമായ ജെറുസലേം, അതും ലോകത്തെ ആത്മീയ, സാമൂഹിക, രാഷ്ട്രീയ യുദ്ധ ചരിത്രത്തിന്റെ വലിയ ഭാഗമാണ്. ജെറുസലേമിൽ പോകാൻ ഉള്ള വലിയ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ചർച്ച് ഓഫ് സെപ്പുൾച്ചർ അടക്കമുള്ള അവിടുത്തെ വിശുദ്ധ സ്ഥലങ്ങളിൽ പോയി, ടെമ്പിൾ മൗണ്ടിൽ പോയി, അല്ലെങ്കിൽ അൽ അക്സ മോസ്കിലൊക്കെ പോകാനും അവിടെ കാണാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ ജെറുസലേമിനെ 3 വിശ്വാസധാരകളും പവിത്രമായ സ്ഥലമായി കാണും. ആ ജെറുസലേമിനെ ചൊല്ലി ചരിത്രത്തിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രൂസൈഡുകൾ ഉണ്ടാവുന്നത് തന്നെ ജെറുസലേമിന്റെ അധികാര അവകാശങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ക്രിസ്ത്യൻ, മുസ്ലിം സമൂഹങ്ങൾ ജെറുസലേമിനെ ജൂത സമൂഹവും പവിത്രമായ സ്ഥാനമായി കാണുന്നു. യേശുക്രിസ്തുവിന്റെ പവിത്രമായ ചരിത്രമുറങ്ങുന്ന സ്ഥലം കൂടിയാണ് ജെറുസലേം. ലോകത്തിന്റെ വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് മതങ്ങൾ, വിശ്വാസധാരകൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. സെമിറ്റിക് മതങ്ങളെ, അബ്രഹാമിക് മതങ്ങളെ പഠിക്കാനും തിരിച്ചറിയാനും വേണ്ടിയാണ് നമ്മൾ ഇതിലൂടെ ശ്രമിച്ചത്. അബ്രഹാമിൽ നിന്ന്, മോസസിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ നിന്നൊക്കെ ലോക ചരിത്രത്തിനും ലോക നാഗരികത, മാനവികതയ്ക്ക് ലഭിച്ച സംഭാവനകൾ വളരെ അധികമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ മഹാന്മാരായ വ്യക്തികളെയും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും സ്വാമി വിവേകാനന്ദനെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളെ അറിയുന്നതിലൂടെ ലോകത്തെ അറിയാനും മാനവ സംസ്കാരം അറിയാനും മതസൗഹാർദ്ദവും ബഹുസ്വരതയും അറിയാനും വ്യത്യസ്ത ആത്മീയ പാതകളോട് ആദരവ് പുലർത്താനും നമുക്ക് കഴിയട്ടെ. അങ്ങനെ എബ്രഹാമിൽ നിന്ന് വ്യത്യസ്ത പ്രവാചകന്മാരെ പുൽകി ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാമിക ധാരകളെ ആഴത്തിൽ അറിയാനും കൂടുതൽ പഠിക്കാനും അന്വേഷിക്കാനും ഒക്കെ ഉള്ളൊരു തുടക്കമാകട്ടെ എല്ലാ വിശ്വാസികളും.